ആത്മഹത്യ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രം അവസാനിപ്പിക്കുന്നതല്ല, അത് കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ കഠിനമായ വെല്ലുവിളികളും സഹിക്കാനാവാത്ത വിഷമങ്ങളും വരാം. പക്ഷെ ഓർക്കണം, ഒരു വഴിയുമില്ല എന്ന് തോന്നുമ്പോഴും സഹായം തേടാനുള്ള മാർഗങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള സത്യം. നിങ്ങൾ സംസാരിക്കുക, പങ്കുവെക്കുക, സഹായം തേടുക, ഇതെല്ലാം വളരെ ശക്തമായ ജീവൻ രക്ഷാ മാർഗങ്ങളാണ്. നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നതിലൂടെ തന്നെയാണ്. ആക്റ്റീവ് ലിസണിങ്, റിഫ്ലക്റ്റീവ് ലിസണിങ് എന്നിവ നമ്മൾ തീർച്ചയായും ലൈഫ് സ്കില്ലായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിനെ പരിപോഷിപ്പിക്കുക. ഇന്ന് നമ്മൾക്ക് കരുതലോടെ ജീവിച്ചു തുടങ്ങാം. അതായത് വിഷമിക്കുന്നവരെ കേൾക്കാൻ സമയം മാറ്റിവെക്കാം. കരുണയും സഹാനുഭൂതിയും പങ്കിടാം. സഹായം തേടുന്നത് ദൗർബല്യമല്ല, ധൈര്യം തന്നെയാണ് എന്ന് ഓർക്കാം. ഒരു വ്യക്തി നമ്മളോട് കുറെ അകാരണമായി തന്നെ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മളെ ബന്ധപ്പെടാതിരിക്കുകയോ സംസാരിക്കാതെ ഇരിക്കുകയോ ഒരനക്കവും ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ഒരു ചെക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ബേസിക് ഒരു സ്കില്ലായിട്ട് നമ്മൾ എടുക്കുക. നമ്മളുടെ ഈഗോസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമ സാഹചര്യത്തിലൂടെ അവർ പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അത് സ്വന്തം മക്കളോടാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ധാരാളമായിട്ട് മറ്റുള്ളവരൊക്കെ വിദേശത്ത് പോയി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളോട് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാള് വിളിക്കാണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വിളിച്ചൂടെ, എന്നെ ഒന്ന് അന്വേഷിച്ചൂടെ എന്ന് കരുതിയിരിക്കാണ്ട് അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ എല്ലാം ഓക്കെ ആണോ, നിനക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ഓൺ ചെയ്യുക. ചിലപ്പോൾ മനസ്സിന്റെ വൈകല്യങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കടുംകൈകളുടെ തീരുമാനമെടുത്തിരിക്കുന്നവരായിരിക്കാം. മനസ്സിന്റെ ശക്തി അത്ര തന്നെയുള്ളൂ. പലപ്പോഴും അത് കൈവിട്ടു പോകാൻ ചെറിയ ചെറിയ കാരണങ്ങൾ മതി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കരുതലും തേടലുമായിരിക്കാം അവരെ ഒരു പക്ഷേ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. മനസ്സിലാക്കുക, നിങ്ങളുടെ ഈഗോസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല മറ്റൊരാളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സ്നേഹവും അന്വേഷണവും കരുതലും ഒക്കെ തന്നെയാണ് മറ്റൊരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതം അമൂല്യമാണ്. പ്രത്യാശയും പിന്തുണയും ചേർന്ന് നമുക്ക് ജീവൻ സൂക്ഷിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും കഴിയും എന്നുള്ളൊരു ബോധം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം. പ്രത്യാശയെ തിരഞ്ഞെടുക്കുക തന്നെ വേണം. അതിന് മറ്റുള്ളവരോട് പ്രേരിപ്പിക്കുകയും അവരിലോട്ട് ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യുക. അവർക്ക് വേണ്ട കൗൺസിലിംഗ് സെഷൻസ് ആയാലും തെറാപ്പി സെഷൻസ് ആയാലും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഇന്ന് നമ്മൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലോട്ട് അവരെ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഗേറ്റ് കീപ്പറായിട്ട് മാറാൻ ശ്രമിക്കുക.